എവ്രിവൺ, എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത് വെറുപ്പിച്ചില്ലേ? എന്നാൽ ഞാൻ ഒരു വീക്ക് ഇൻ മൈ ലൈഫ് ചെയ്യാം. രാവിലെ തന്നെ ഒരു റൗണ്ട് തല്ലും കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഒരു ആശ്വാസമുള്ളൂ. വീക്ക് ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, കാരണം അത് ബോറടി ആയിരിക്കും. അപ്പൊ മെയിൻ ആയിട്ടുള്ള 2-3 ദിവസങ്ങളും കുറച്ച് സംഭവങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയേക്കണേ. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് UK-ലുള്ളൊരു സ്ഥലമായ ബ്രൈറ്റണിലോട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചേച്ചി 24 മണിക്കൂറും കറക്കമാണെന്നു. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇടയ്ക്ക് ഡേ ഓഫ് ഒക്കെ കിട്ടുമ്പോൾ കറങ്ങുന്നയാ. അപ്പൊ നമ്മളിപ്പോ ഈ ബ്രൈറ്റണിൽ എത്തിയേക്കുന്നത് മീൻ പിടിക്കാനാണ്. ഞങ്ങളുടെ കൂടെ ആന്റിച്ചേട്ടനും അവരുടെ പിള്ളേരും, ആന്റിച്ചേട്ടനും പിള്ളേരും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആണേ. ഞങ്ങളുടെ ഇവിടുത്തെ കട്ട സപ്പോർട്ടാ. പിന്നെ ആന്റിച്ചേട്ടന്റെ ബ്രദറും അവരുടെ പിള്ളേരും. ചേച്ചിമാരും വരാതിരുന്നോണ്ട് 5 ആൺപിള്ളേരെ നോക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാം. അങ്ങനെ നമ്മുടെ ലവകുശന്മാര് ഇതേ പരിപാടിയൊക്കെ തുടങ്ങി. ആർക്കും ഐഡിയ ഒന്നും ഇല്ല. അപ്പത്തേക്ക് ആന്റിച്ചേട്ടന്റെ ബ്രദർ അജോ ചേട്ടനും വന്നു, അവരുടെ പിള്ളേരും വന്നു. അപ്പൊ നല്ല ആരവായി. ഈ കാണുന്നതാണ് ചൂണ്ട. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചൂണ്ടയൊക്കെ കാണുന്നത്. തൃശ്ശൂർ ആയതുകൊണ്ട് വലിയ എന്താ പറയാ, ഇങ്ങനെ ചൂണ്ടയിടലൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സീസോളൊന്നും ഇല്ലല്ലോ അടുത്ത്. എന്തായാലും അടിപൊളി സംഭവമാണ്. അജോ ചേട്ടൻ ഒരു ടെന്റ് ഒക്കെ കൊണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ടെന്റിൽ പയ്യെ ഒതുങ്ങിയിരുന്നു. UK-ൽ വന്നതിന് ശേഷം ഞാൻ കേൾക്കുന്നതാണേ, നല്ല വെയിലാണെങ്കിൽ പറയും അടിപൊളി വെതറുന്നത്. നാട്ടിലാണെങ്കിൽ വെയിലാണെങ്കിൽ 4 കൊടയും അതിന്റെ കൂടെ മൾട്ടിപ്പിൾ പ്രൊട്ടക്ഷൻ ആയിട്ട് ഇറക്കുന്ന ആൾക്കാർ. ഞങ്ങൾ പട്ടിച്ചന്തയ്ക്ക് പോലെ മീനൊന്നും കിട്ടാതെ തിരിച്ചു പോന്നപ്പോ ഈ കാണുന്നതാണ് കുറെ ആൾക്കാർ കുറേ തോട്ടിക്കോലൊക്കെ ആയിട്ട് നിൽക്കുന്നത്. മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാലും ഒരു മീനും ഒരു ഞണ്ട് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കേട്ടോ. മീൻ കിട്ടിയില്ലാന്ന സംഗതി തിരിച്ച് പാർക്കിങ്ങിൽ ചെന്നപ്പോ ദേ കിടക്കണടാ ഒരു യമണ്ടൻ ഷിപ്പ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ആന്റിച്ചേട്ടന്റെ വീട്ടിൽ കൂടി കേട്ടോ. ഒരു ലോങ് വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകാൻ വലിയ സന്തോഷമൊന്നുമില്ല. എന്തായാലും പോയി. ഇന്നത്തെ ദിവസം ഹാഫ് ഡേ ക്ലിനിക്കും ഹാഫ് ഡേ വാർഡുമാണ്. അപ്പോൾ വാർഡിൽ ഉള്ള പേഷ്യൻസിനെയൊക്കെ കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ കാർഡിയോളജിയിൽ സീനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ക്ലിനിക്ക് പേഷ്യൻസിനെയൊക്കെ കാണണം. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാണ്ട് ഞാൻ കയറിയത് ആ ക്ലിനിക്കിലോട്ട്. ഒരു 1.5 ക്ലിനിക്കായിരുന്നു. കുറേ പേഷ്യൻസും അത് പോരാണ്ട് എല്ലാവരുടെയും ലെറ്ററും എഴുതി ഞാൻ ആവശ്യതയെ അറ്റ്ലീസ്റ്റ് ഞാനത് ഫിനിഷ് ചെയ്തു. 8 മണിക്ക് വൈകുന്നേരം 5:30 തീരേണ്ട ക്ലിനിക്ക് 8 മണിക്ക് തീർത്ത സന്തോഷത്തിൽ ഞാൻ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ റോട്ടിലും ബാക്കി എല്ലായിടത്തും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കാറ് കിടന്ന സ്ഥലത്ത് കണ്ടോ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. എല്ലാവരും വീട്ടിൽ പോയി. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ സങ്കടം തീർക്കുന്നത് ജിമ്മിൽ പോയിട്ടാണ്. ജിമ്മിൽ പോയി 4 ചാട്ടവും ത്രെഡ്മില്ലും 2 ഓട്ടവും കഴിയുമ്പോൾ എനിക്കൊരുവിധ സമാധാനം. ഈ ജിമ്മിന്റെ ഏറ്റവും വലിയ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഈ സാധനമാണ്. ഇതിൽ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള വെള്ളം കിട്ടും. അതോ കാലറീസ് ഒന്നുമില്ല, വിച്ച് ഇസ് വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ 2 മിനിറ്റ് ഗ്യാപ്പിൽ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യും. കസരത്തെല്ലാം കഴിഞ്ഞ അന്നത്തെ ദിവസം ഞാൻ വേഗം വീട്ടിൽ പോയി കിടന്നു. പിറ്റേ ദിവസം എനിക്ക് നൈറ്റ് ഓഫ് ആയിരുന്നു. ജോലിക്ക് പോയി. അപ്പൊ ഞാൻ ലൂക്കോച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഡാനിയൽ അച്ഛന്റെ പ്രസംഗം കുറച്ചു നേരം കേട്ടിരുന്നിട്ട് ലൂക്കോച്ചനെ കൊണ്ട് പുറത്തു പോവാന്ന് വിചാരിച്ചു. എന്നാൽ ലൂക്കോച്ചന് വേറെ പ്ലാൻസ് ആയിരുന്നു. വന്നിട്ട് സൈക്കിൾ ഓടിക്കാം. ഒരു വിധത്തിൽ ഞാൻ ഈ ചെറുക്കനെ പൊക്കി ഞാൻ മോളിന്റെ അകത്ത് എത്തിച്ച്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് പാല് കുടിക്കണണ്ടില്ലേ. 2-3 ഡ്രസ്സൊക്കെ ഞാൻ ഇട്ട് നോക്കി കേട്ടോ. കുട്ടികളെയും കൊണ്ട് പുറത്ത് കറങ്ങാൻ പോണ അമ്മമാർക്ക് വല്ല അവാർഡൊക്കെ കൊടുക്കണം. എന്തായാലും ഞങ്ങള് ലൂക്കോച്ചിന് കുറച്ച് ഉടുപ്പൊക്കെ മേടിച്ചു. അതെങ്ങനെ TK Maxx എത്തി. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ക്യാൻഡി ഷോപ്പ് ഉണ്ട്. നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തോരം ക്യാൻഡീസ് ആയിരുന്നു അറിയോ. ഈ പിള്ളേരെയൊക്കെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. എന്തായാലും ഞാൻ അവനൊരു ക്യാൻഡി മേടിച്ചു കൊടുത്തു. ലൂക്കോച്ചും ബ്ലൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മേടിച്ചെടുത്തപ്പോൾ പിള്ളേരെ സന്തോഷം കണ്ടിട്ട് എനിക്ക് പാവം തോന്നി കേട്ടോ. ലൂക്കോച്ചന്റെ ഛർദിന്റെ കവറ് കണ്ട. കഴിഞ്ഞ ദിവസം ലൂക്കോച്ച ഛർദിച്ചു കൊളാക്കിയപ്പോ അത് കലക്കാനിട്ടേക്കാം. ലൂക്കോച്ചന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഈ ആഴ്ചത്തെ ബഹളം എല്ലാം കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.